വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ കാലയളവിൽ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്ന ശുശ്രൂഷയാണല്ലോ ദൈവകരുണയുടെ ദിവ്യന മിസ്രിക്കോർദിയ മിനിസ്ട്രി. ഈ മണിക്കൂറിൽ പ്രാർത്ഥനയിൽ ഒന്ന് ചേരുന്ന എല്ലാവർക്കും ഈശോയുടെ വലിയ കരുണയും സ്നേഹവും എല്ലാം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് വചനമായി ഒന്നും പറയുന്നില്ല. ഞാൻ ഒരു ആരാധനയിലേക്കുള്ള ഒരുക്കം എന്ന വണ്ണം ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധനയ്ക്കായിട്ട് പോവാം. ഈ അടുത്തയിടെ ഞാനിപ്പോ ആയിരിക്കുന്നത് ഷാലോം വേൾഡിന്റെ ഇംഗ്ലീഷ് ചാനലുകൾ നടത്തുന്ന അമേരിക്കയിലെ ടെക്സാസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പകൽ സമയമാണ്, നിങ്ങൾക്ക് രാത്രിയാണ് പലർക്കും എന്നറിയാം. ചില രാജ്യങ്ങളിലെങ്കിലും ജോയിൻ ചെയ്യുന്നവർക്ക് രാത്രികാലമായിരിക്കാം. സഭ എല്ലാവരും പങ്കുവെക്കുന്നത് പോലെയും അറിയുന്നത് പോലെയും ഒക്കെ ഒട്ടേറെ വിപരീതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം. എങ്കിലും നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം സഭയെ താങ്ങുന്നത് മനുഷ്യരല്ല, ദൈവമാണ് എന്നുള്ളത് കൊണ്ട്. ഈ അടുത്തയിടെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പാട്രിക് എന്ന് പറയുന്നുള്ള ഒരു വെള്ളക്കാരൻ വൈദികൻ, അദ്ദേഹം ഇങ്ങനെ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയതാണ്, മാർക്കറ്റിങ്ങിന് വേണ്ടി പോയതാണ്. അദ്ദേഹം മാർക്കറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വരാനായിട്ട് അദ്ദേഹം പൈസ കൊടുക്കാനായിട്ട് ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന സമയത്താണ്, ലൈനിൽ നിൽക്കുന്ന സമയത്താണ് ഒരു മനുഷ്യനെ ഈ അച്ഛനെ ഇങ്ങനെ തുറിപ്പിച്ചു നോക്കി. അച്ഛനെ തുറിപ്പിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ആദ്യം കരുതി സ്വന്തം ഇടവക്കാരോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് ആരെങ്കിലും വന്നതായിരിക്കാം എന്ന് കരുതി. കുറച്ചുകൂടി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ അച്ഛൻ ഇങ്ങനെ പതുക്കെ പരുങ്ങാനായിട്ട് തുടങ്ങി. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വന്ന് ഈ അച്ഛനെ കാർക്കിച്ചു തുപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, "യു പെർവേർട്ടഡ് പ്രീസ്റ്റ്, യു ഡിസ്ട്രോയ് ദ കാത്തലിക് ചർച്ച്." നശിച്ച വൈദിക അല്ലെങ്കിൽ വൈദിക സമൂഹം, നിങ്ങൾ സഭയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അച്ഛനെ കാർക്കിച്ചു തുപ്പിയപ്പോഴത്തേനും അച്ഛൻ വല്ലാതെ സ്കേഡായി. അച്ഛൻ ഭയങ്കരമായി പേടിച്ചു. പൈസ കൊടുത്ത് അച്ഛൻ വേഗം കാറിലേക്ക് ഓടി കയറാൻ പോവുകയാണ് അദ്ദേഹം താമസിക്കുന്ന പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോരുന്ന നേരത്ത് ഇയാൾ പുറകിലുണ്ട്. അച്ഛന് പേടിയായി, ഇനിയും എന്തെങ്കിലും ശാരീരികമായിട്ട് ഉപദ്രവിച്ചേക്കുമോ എന്ന് കരുതിക്കൊണ്ട് അച്ഛൻ ഓടി എങ്ങനെയായിരുന്നാലും കാറിൽ കയറി കഷ്ടി അദ്ദേഹത്തിന്റെ പള്ളിയിൽ വന്നു. അദ്ദേഹത്തിന്റെ പ്രിസ്ബിറ്റർ അച്ഛൻ താമസിക്കുന്ന മുറിയിലേക്ക് കയറി. അച്ഛൻ പങ്കുവച്ചത് ഇങ്ങനെയാണ്: ഒരുപാട് സഭയെ സ്നേഹിക്കുകയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുപാട് വിശ്വാസികളെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും അല്ലാത്തവരെയൊക്കെ ചേർത്ത് പിടിക്കുകയും ചെയ്ത എൻ്റെ പൗരോഹിത്യം ഇത്ര കണ്ട് അവഹേളിക്കപ്പെടുന്നതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഏറ്റവും അധികം വിഷമിച്ച സമയമായിരുന്നു അത്. കാരണം പ്രത്യേകിച്ചും അമേരിക്കയിൽ വൈദികരുടെയും മെത്രാന്മാരുടെയും ഭാഗത്ത് പറ്റിയ ഏതാനും പേരുടെ ഭാഗത്ത് പറ്റിയ പിഴവുകളും അത് മാധ്യമങ്ങൾ വളരെ കാര്യമായി ആഘോഷിക്കുകയും ചെയ്യുന്ന കാലത്ത് ആ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയാണ് ഞാനെന്നുള്ളത് കൊണ്ട് എനിക്കിത്രമാത്രം അപമാനം സഹിക്കേണ്ടതായിട്ട് വന്നല്ലോ. ആ മാർക്കറ്റിലെ അല്ലെങ്കിൽ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരാൾ പോലും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ലല്ലോ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തില്ലല്ലോ. ഞാൻ എന്തോ ഒരു അനാഥനെ പോലെ ഓടി ഞാൻ കാറിലേക്ക് കയറുകയും ഞാൻ ഭയപ്പെട്ട് ഞാൻ വാഹനം ഓടിച്ച് മടങ്ങി വരികയും ചെയ്തു. ഈ സഭ കൊണ്ട് എന്താണ് സത്യത്തിൽ പ്രയോജനമുള്ളത്? 19 വയസ്സ് പ്രായമുള്ള ഒരുപാട് ദൈവമക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, ചേർത്ത് വെക്കുന്ന, നല്ല വിശ്വാസ തീക്ഷ്ണതയുള്ള നല്ല ഒരു വൈദികനാണ് അദ്ദേഹം. ആകപ്പാടെ വിഷമിച്ചു വന്ന് ശാന്തമായി കുറച്ച് സമയം മാറിയിരിക്കുന്ന നേരത്ത് ആണ് ദൈവം ആ മനുഷ്യന് ഒരുപാട് പ്രതീക്ഷയുടെ വചനങ്ങൾ കൊടുക്കാനായിട്ട് തുടങ്ങി. പ്രതീക്ഷയുടെ വചനങ്ങൾ കൊടുക്കുന്ന നേരത്തും അദ്ദേഹത്തിന് സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം മറ്റുള്ളവർ ചെയ്ത അപരാധത്തിന്റെ വിഴുപ്പ് ഭാണ്ഡം എന്തിനാണ് താൻ പേറുന്നത്? ഇത്രയും അപമാനിതമാകുന്ന ഒരു സഭയിൽ എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകണം? അദ്ദേഹത്തിന് തന്റെ പ്രീസ്റ്റ്ഹുഡിനെ കുറിച്ച് പോലും വലിയ അവേർഷൻ തോന്നാനായിട്ട് തുടങ്ങി. സഹോദരങ്ങളെ, ഞാനിതൊരു സംഭവം എന്നോണം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, ഈ മനുഷ്യൻ അത് കഴിഞ്ഞ് അന്നത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് നല്ല വചനമൊക്കെ കിട്ടി, പ്രതീക്ഷയുടെ വചനമൊക്കെ കിട്ടി, അദ്ദേഹം കയറിപ്പോന്നു അതിൽ നിന്ന്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ സഭ പീഡിപ്പിക്കപ്പെടുന്ന, അതൊരു ഫിസിക്കലായൊരു ടോർച്ചറിങ് മാത്രമല്ല. ഇപ്പൊ നൈജീരിയയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടക്കുന്ന വളരെ ഒറ്റപ്പെട്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, ബൗദ്ധികമായ തലത്തിലും
മാധ്യമ തലങ്ങളിലൊക്കെയും സഭ വല്ലാതെ ഒറ്റപ്പെടുന്ന ഒരു കാലമാണ് നമ്മുടെ ഈ കാലം. നമുക്കുള്ള ആയുധം പ്രാർത്ഥനയും ഉപവാസമാണ്. നമുക്കുള്ള ആയുധം എന്നും പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു സ്ത്രീയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. അവളുടെ പേര് അന്ന എന്നാണ്. ക്രിസ്മസ് കാലത്ത് ഈ അന്നായെ പലപ്പോഴും കാണുന്നുണ്ടെങ്കിൽ അധികം നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം അന്നയേക്കാൾ വളരെ ഡോമിനന്റ് ആയ ഫിഗേഴ്സ് അവിടെ ഉള്ളതുകൊണ്ടാണ്. അന്ന ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു. അവൾ 7 വർഷം ഹസ്ബൻഡായിട്ട് ജീവിച്ചു. 7 വർഷം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് മരിച്ചുപോയി. അന്ന് റീമാരേജ്, അവർക്ക് വീണ്ടും കല്യാണം കഴിക്കാം. പക്ഷേ അവൾ തീരുമാനിച്ചു, വേണ്ട, ഞാൻ എൻ്റെ ശിഷ്ടകാല ജീവിതം വരാനിരിക്കുന്ന മിശിഹായ്ക്ക് വേണ്ടി സമർപ്പിക്കാമെന്ന് കരുതിക്കൊണ്ട് തുടർന്നുള്ള മുഴുവൻ കാലങ്ങൾ അവൾ ജെറുസലേം ദേവാലയത്തിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചു. മിശിഹ വരുന്നതിന് വേണ്ടി ഞാൻ അവിടെ കന്യാവ്രതം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാ കന്യകമാരോടും ചേർന്ന് നിന്നുകൊണ്ട് മിശിഹായുടെ വരവിന് വേണ്ടി ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ അവൾ തീരുമാനിച്ചു. 1ഉം 2ഉം ദിവസങ്ങളല്ല, 10ഉം 20ഉം വർഷങ്ങളല്ല, 84 വയസ്സ് വരെ. അവിടെ വെച്ചാണ് മറിയം എന്ന് പറയുന്ന നമ്മുടെ മാതാവ്, അവളും ഈ അന്നായെ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പിന്നീട് അവർ കണ്ടപ്പോൾ പരസ്പരം കാര്യമായി സംസാരിക്കുന്നത്. ഈ അന്ന 84 വയസ്സ് വരെ യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, പലപ്പോഴും ഒരുപക്ഷെ 10-60 വയസ്സെങ്കിലും ആയപ്പോൾ ഒരുപാട് നിരാശയുടെ വാക്കുകളും മറ്റുള്ളവർ അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിന്റെ ജീവിതം വേസ്റ്റാണ്, പ്രാർത്ഥിച്ചിട്ട് എന്താണ് പ്രയോജനമുള്ളത്, മിശിഹ ഇപ്പോൾ വരില്ല, മിശിഹ വരുമെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണ്. ഇങ്ങനെ എന്താ പറയുന്നത്, നിരാശയുടെ ഒരുപാട് വാക്കുകൾ അവളെ തേടി വന്നിട്ടും അവൾ അതിനൊന്നും സ്വീകരിച്ചില്ല. അവൾ പ്രത്യാശയോടെ കാത്തിരുന്നു. പ്രത്യാശയുടെ തിരുനാളത്തെ കെടുത്താതെ ആർക്കൊക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ അവരുടെ മുമ്പിൽ ഈശോ വരാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തുടർന്ന് ആരാധിക്കുന്ന സമയത്ത് വലിയ പ്രത്യാശയോടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഡെസ്പായിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വലിയ പ്രത്യാശ ദൈവം വലിയ കാര്യങ്ങൾ തിരുസഭയിൽ ദൈവം ചെയ്യുമെന്നുള്ള വലിയ വിശ്വാസത്തെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്കറിയാം, യൂറോപ്പിൽ വിശ്വാസം കാര്യമായി ക്ഷയിക്കുന്ന കാലമാണ്. അമേരിക്കയിൽ ഏതാണ്ട് 20ഓളം രൂപതകൾ ഇപ്പോൾ തന്നെ ബാങ്ക്രപ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ചില സെക്ഷൽ അബറേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഫയൽ ചെയ്തിട്ട് സഭ ഏതാണ്ട് മ്യൂട്ടഡ് ആണ്. ആർക്കും സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല, ഒറ്റപ്പെട്ട വിധത്തിലാണ് പോകുന്നത്. ഇവിടെയും നമുക്ക് പ്രതീക്ഷയുണ്ട്. അന്ന് എല്ലാം നഷ്ടമായ സമയത്തും കുരിശിന്റെ കീഴെ പ്രതീക്ഷയോടുകൂടി നിന്ന അമ്മ മറിയത്തെ പോലെ നമുക്കും പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കണം. അതേ ദൈവമേ, നിന്റെ സഭ നീ സ്ഥാപിച്ചതാണ് എങ്കിൽ, മിശിഹ സ്ഥാപിച്ചതാണ് എങ്കിൽ അത് തകർക്കപ്പെടുക സാധ്യമല്ലല്ലോ. കത്തോലിക്ക സഭ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കത്തോലിക്ക സഭ മൗനം പാലിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന കാര്യം ഇതാണ്: സഭയുടെ പ്രവർത്തനത്തിലൂടെ അകറ്റപ്പെട്ട എല്ലാ തിന്മകളും ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു വരും. ദൈവത്തെ ഈ ഭൂമിയിൽ നിന്ന് പറിച്ചു മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, മാനവരാശി ആരൊക്കെ ശ്രമിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നതാണ് ദൈവം മൂലം തകർക്കപ്പെട്ട അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട സകല അപരാധങ്ങളും കയറി വരാൻ തുടങ്ങും. അങ്ങനെയാണ് എല്ലാ അപരാധങ്ങളും ഇന്ന് ഭൂമിയിലേക്ക് കയറി വരുന്നത്. ദൈവത്തെ പതുക്കെ പതുക്കെ തള്ളി മാറ്റുമ്പോൾ പിശാചും അവന്റെ രാജ്യങ്ങളും കയറി വരാൻ തുടങ്ങും. എങ്കിലും നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയോടെ കാത്തിരുന്ന അന്നായെ പോലെ പ്രത്യാശയോടെ യേശു ഉദ്ധാനം ചെയ്യുമെന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് നിലകൊണ്ട പരിശുദ്ധ മറിയത്തെ പോലെ സഭയ്ക്ക് മനോഹരമായ ഒരു കാലം ഞങ്ങൾ കാണുന്നു എന്ന് വിശ്വാസത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഒരുപാട് അച്ഛന്മാരും സിസ്റ്റേഴ്സും ആത്മായ ശുശ്രൂഷകരെല്ലാം ഈ പ്രാർത്ഥനയിൽ ഇന്നുണ്ട് എന്ന് എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, പ്രത്യാശയോടെ സഭയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ 1 മിനിറ്റ് ആരാധന എഴുന്നള്ളിച്ചു വെക്കുന്നു. നമ്മൾ പ്രാർത്ഥനയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു.
സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദികാരണമായവനെ എന്നും ആരാധനക്കേറ്റം യോഗ്യനേ. ആദികാരണമായവനെ എന്നും ആരാധനക്കേറ്റം യോഗ്യനേ. ഈ തിരുവോസ്തിയിൽ കുടികൊള്ളുമങ്ങയെ പാടി വാഴ്ത്തി നമിച്ചിടുന്നു. നിൻ മഹനീയ നാമത്തെ വാഴ്ത്തിടുന്നു. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, മരണമില്ലാത്തവനേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പാപികളെയും പീഡിതരെയും നിന്നോട് മേശയിൽ സ്വീകരിച്ചു. പാപികളെയും പീഡിതരെയും നിന്നോട് മേശയിൽ സ്വീകരിച്ചു. ആലംബഹീനരാം കോടാനുകോടികൾ നിൻ തിരുഹൃദയത്തിൽ അഭയം കണ്ടു. ഈ എളിയവനെയും നീ ചേർത്തണച്ചു. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, മരണമില്ലാത്തവനേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകുലരും സർവരോഗികളും നിൻ സ്നേഹത്തണലിൽ വിശ്രമിച്ചു. ആകുലരും സർവരോഗികളും നിൻ സ്നേഹത്തണലിൽ വിശ്രമിച്ചു. നിൻ മുഖകാന്തിയിൽ നിന്നെ ഗമിച്ചവർ ഈ ലോക നിറുകയിൽ വിളങ്ങി നിന്നു. നിൻ മുഖകാന്തിയിൽ നിന്നെ ഗമിച്ചവർ ഈ ലോക നിറുകയിൽ വിളങ്ങി നിന്നു. അവരോടു ചേർന്നു ഞാൻ പാടിടുന്നു. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, മരണമില്ലാത്തവനേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, മരണമില്ലാത്തവനേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവമേ നീ
പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇരു കരങ്ങളും ഈശോയിലേക്ക് നമുക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായവൻ സ്നേഹത്തോടെ അവൻ്റെ പരിശുദ്ധി കൊണ്ട് നമ്മളെല്ലാവരെയും നിറയ്ക്കാനും അവൻ്റെ പരിശുദ്ധമായ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും ഈ മണിക്കൂറിൽ അനുവദിക്കുന്നതിനായി നമുക്ക് നന്ദി പറയാം. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് മഹനീയമായ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന സർവ്വചരാചരങ്ങളോട് നമുക്ക് കൂട്ടുചേരാം. അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് നമ്മളെല്ലാവരും നിറയപ്പെടട്ടെ. നമ്മുടെ ഭവനങ്ങൾ നിറയപ്പെടട്ടെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ നിറയപ്പെടട്ടെ. ഈ കാലമത്രയും സഭയ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ച എല്ലാ പരിശുദ്ധ പിതാക്കന്മാരോടും അനുഗ്രഹകരും വിശുദ്ധരുമായ എല്ലാ കന്യകമാരോടും കൂട്ടിച്ചേർന്ന് എല്ലാ പിഞ്ചു ബാലികാ ബാലന്മാരോടും ചേർന്നുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ദൈവമേ, ആരാധിക്കുന്നു ദൈവമേ. ദൈവമക്കളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. സർവചരാചരങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ. എല്ലാ വേദസാക്ഷികളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ. എല്ലാ രക്തസാക്ഷികളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ. യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാവരോടും കൂട്ടുചേർന്ന് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം ഞങ്ങളുടെ മേലിറങ്ങട്ടെ. ദൈവത്തിന്റെ മഹത്വം ഈ സമയം ഞങ്ങൾ എല്ലാവരുടെ മേലും ഇറങ്ങി വരട്ടെ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. കർത്താവേ നന്ദി, കർത്താവേ. ആരാധന, 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 ആരാധന. കർത്താവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ. മുഖകാന്തിയിൽ നിന്നെ ഗമിച്ചവർ ഈ ലോക നീറുകയിൽ വിളങ്ങി നിന്നു. മുഖകാന്തിയിൽ നിന്നെ ഗമിച്ചവർ ഈ ലോക നീറുകയിൽ വിളങ്ങി നിന്നു. അവരോടു ചേർന്നു ഞാൻ പാടിയിടുന്നു. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. മരണമില്ലാത്തവനേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഓ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധി ഇല്ലാതെ പരിശുദ്ധമായ അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ലല്ലോ. ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുകാരാകുന്ന
ഭവനങ്ങളിലായിരുന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ കഴിയുന്ന എല്ലാ ദൈവമക്കളെയും സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ അശുദ്ധരാണ്, ഞങ്ങൾ അശുദ്ധരായ മനുഷ്യരുടെ മധ്യത്തിൽ ജീവിക്കുന്നവരുമാണ്. എന്നാൽ നീ പരിശുദ്ധനാണല്ലോ. സീനായ് മാമലിൽ ഇറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി, ഹോറേബിലും ഉൾപ്പടർപ്പിലിറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി, പരിശുദ്ധ മറിയത്തിലിറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി, സെഹിയോൻ മാളികയിലിറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി, പൗലോസ് പ്രസംഗിച്ചപ്പോൾ സമറിയ ദേശത്തിറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് മണിക്കൂറിൽ അയക്കണമേ. പരിശുദ്ധനെ, പരിശുദ്ധനെ, ഈ സമയം ഞങ്ങളെല്ലാവരെയും നീ വിശുദ്ധീകരിക്കുക. നിന്റെ വിശുദ്ധിയാൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുക. ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ള തിരുസഭയിലെ എല്ലാ വിശുദ്ധാത്മാക്കളെയും സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരിറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധി പാവപ്പെട്ട മനുഷ്യരായി ഞങ്ങളിലും വന്ന് നിറയട്ടെ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെല്ലാവരെയും പരിശുദ്ധരാക്കി മാറ്റുക, അശുദ്ധിയെല്ലാം മാറ്റുക. അതെ, നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുമ്പോഴാണല്ലോ സഭ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അശുദ്ധമായ ജീവിതത്തിലായിരുന്നു കൊണ്ട് പരിശുദ്ധമായ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക? ഈശോയോട് പറയാം, ഈശോയെ, ഞങ്ങളെ പരിശുദ്ധരാക്കണമേ. ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധിയാൽ അവിടുന്ന് നിറയ്ക്കണമേ. അങ്ങ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി തരുന്ന ആ വിശിഷ്ടമായ ദാനത്താൽ ഈ മണിക്കൂറിൽ ഞങ്ങളെ സമ്പന്നമാക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഞങ്ങളുടെ ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ശരീരാവയവങ്ങളിലും സന്ധിബന്ധങ്ങളിലും ഞങ്ങളുടെ ആലോചനകളിലും ചിന്തകളിലും ഓർമ്മകളിലുമെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധി നിറയട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധി നിറയട്ടെ. സഭാതനയരിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധി നിറയട്ടെ. വിശുദ്ധരിൽ നിറച്ച അതേ ദൈവത്തിൻ്റെ പരിശുദ്ധി ഞങ്ങളിലെല്ലാം വന്ന് നിറയട്ടെ. പരിശുദ്ധനാകാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചവനെ, നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധി കൊണ്ട് നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവമേ, മറ്റൊന്നിനും വേണ്ടിയല്ല ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, അങ്ങയുടെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണം. അശുദ്ധമായ ലോകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, തകർന്നു പോകുന്ന മാനവരാശിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പീഠകളിലൂടെ കടന്നു പോകുന്ന തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അയോഗ്യദാസരായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. സുതനെ, പിതാവിൻ്റെ പ്രാണപ്രിയനായിരിക്കുന്നവനെ, പതിനായിരങ്ങളിൽ സുന്ദരനായിരിക്കുന്നവനെ, സ്രാഫുകളും മലാഖമാരും ഒന്നടങ്കം വണങ്ങുന്ന പരിശുദ്ധനെ, നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കുക. നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കുക. നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കുക. നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കുക. നിന്റെ പരിശുദ്ധിയാൽ ഇന്ന് പ്രാർത്ഥനയിൽ അണിചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കുക. ഇവരുടെ തലമുറകളെ നിറയ്ക്കുക. ഇവരുടെ ജീവിത വ്യാപാരങ്ങളെ നിറയ്ക്കുക. ഇവരുടെ ആലോചനകളെ നിറയ്ക്കുക. ഇവരുടെ ജീവിത സാഹചര്യങ്ങളെ നിറയ്ക്കുക. പരിശുദ്ധനെ, 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 നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നമുക്ക് നമ്മുടെ അധരത്തെ സ്വതന്ത്രമാക്കി ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധി കൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങൾ നിറയട്ടെ. അതെ, സ്വർഗം തുറന്നവൻ പരിശുദ്ധി അയക്കുന്നുണ്ട്. ഇതാ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് അവൻ നമ്മുടെ മേൽ പരിശുദ്ധി അയക്കുന്നുണ്ട്. കർത്താവേ, നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കെട്ടുകളെല്ലാം അഴിക്കണമേ. കോട്ടകളെല്ലാം തകർക്കണമേ. തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളും ഞങ്ങളെ വിട്ടുവീക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah.
പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധ സഭയെ നിറയ്ക്കണമേ. അങ്ങയുടെ ദൈവമക്കളെ നിറയ്ക്കണമേ. വൈദിക ഗണത്തെ നിറയ്ക്കണമേ. മെത്രാൻ സംഘത്തെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ മാർപ്പാപ്പയെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധിയാൽ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധിയാൽ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധിയാൽ നിറയ്ക്കണമേ. അശുദ്ധമായതെല്ലാം എടുത്തു കളയണമേ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. നെഞ്ചു പിടയുന്ന ക്രിസ്തുവിലാപം ജെറുസലേം നീ കേൾക്കുമോ? വിശുദ്ധർതൻ ചുടുനിണം വീണൊരി മണ്ണിൽ ഉയർത്തുമോ സ്തുതിഗീതകം? രക്തത്തിൻ വിലയായ പ്രാക്കളെ ദംശിക്കും. രക്തത്തിൻ വിലയായ പ്രാക്കളെ ദംശിക്കും. തിന്മകൾക്കെതിരായിടാം സഭയോടും അർഹിക്കാം. കർത്താവിന്റെ മഹത്വം 7 ബില്യൺ ദൈവജനത്തിന്റെ മേൽ ഇറങ്ങാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ മഹത്വം 4 ലക്ഷം വൈദിക ഗണത്തിന്റെ മേൽ ഇറങ്ങാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ മഹത്വം മുഴുവൻ സന്യസ്ത ഗണത്തിന്റെ മേലും ഇറങ്ങാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ മഹത്വം ധ്യാന കേന്ദ്രങ്ങളിൽ ഇറങ്ങാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ മഹത്വം എല്ലാ ദൈവികമായ സംവിധാനങ്ങളിലും ഇറങ്ങാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ മഹത്വം ആകാശം ചായച്ച് നമ്മുടെ മേൽ ഇറങ്ങാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ മഹത്വം നമ്മുടെ ശുശ്രൂഷയിൽ ഇറങ്ങാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ മഹത്വം ഈ രാവിലെ ദൈവജനത്തിന്റെ മുഴുവൻ മേൽ ഇറങ്ങാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ മഹത്വം ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ. വളരെയേറെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വം ആഗ്രഹിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. കർത്താവിന്റെ മഹത്വം അവിടുത്തെ പരിശുദ്ധ സഭയിൽ ഇറങ്ങട്ടെ. കർത്താവിന്റെ മഹത്വം പരിശുദ്ധ സഭയിൽ ഇറങ്ങട്ടെ. ദൈവ ശുശ്രൂഷകരെല്ലാം നിറയട്ടെ. കർത്താവിന്റെ മഹത്വം നിറയട്ടെ. കർത്താവിന്റെ മഹത്വം നിറയട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ ഛിന്ന ഭിന്നമാകട്ടെ. ദുഷ്ടന്റെ എല്ലാ പദ്ധതികളും തകർന്നു പോകട്ടെ. കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. ഒരുപാട് 12:11 ശക്തിയാൽ ഞങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, മഹത്വം ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഓശാന ഗീതങ്ങൾ മുഴങ്ങിയ വീഥികൾ അശുദ്ധിയാൽ നിറഞ്ഞിടുമ്പോ തിന്മതൻ ഗർജനം ലോകത്തെ വീഴുങ്ങുമോ എന്നു ഞാൻ ഭയം നീടുമ്പോ ഇനിയും മുഴങ്ങട്ടെ സ്വർഗീയ ഗാനങ്ങൾ. ഇനിയും മുഴങ്ങട്ടെ സ്വർഗീയ ഗാനങ്ങൾ. സ്വർഗത്തിൻ അതിനാഥനായി യേശുവിനോടും കർത്താവിൻ മഹത്വം വീണ്ടും ഈ ഭൂവിൽ ഉദയം ചെയ്തിടട്ടെ. കർത്താവിൻ നാമം സകല ജനവും ഏറ്റുപാടിടട്ടെ. ഏറ്റുപാടിടട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ തുടർച്ചയാണല്ലോ അങ്ങയുടെ സഭ. സഭ അങ്ങ് ആരംഭിച്ചു എന്നുള്ളതല്ല, അങ്ങയുടെ തുടർച്ചയാണ്. ഇന്ന് സഭയിലാണല്ലോ ദൈവമക്കൾ അങ്ങയെ കാണേണ്ടത്.
സ്നേഹത്തോടെ പരിശുദ്ധ സഭയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. പ്രത്യേകിച്ചും ശാരീരികമായ മതപീഡനങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളെ ഞങ്ങൾ തരുന്നു. എല്ലാ വിഭാഗങ്ങളെയും, കത്തോലിക്ക സഭയിൽപ്പെട്ടവർ, മറ്റപ്പസ്തോലിക സഭാംഗങ്ങൾ, പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ പാസ്റ്റേഴ്സ്, വിവിധങ്ങളായ സഭാ കൂട്ടായ്മകളിൽ വർക്ക് ചെയ്യുന്നവർ, ആംഗ്ലിക്കൻ സഭയിലെ പുരോഹിതർ, മെത്രാന്മാർ, അവരുടെ പ്രിയപ്പെട്ടവർ, വിവിധ സഭാവിഭാഗങ്ങളിലായി യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന മുഴുവൻ ദൈവമക്കളെയും ഓ ദിവ്യകാരുണ്യ ഈശോയെ അങ്ങയുടെ മുമ്പിലേക്ക് സ്നേഹത്തോടെ ഞങ്ങളെ തരുന്നു. സഭയെ ആത്മാർത്ഥമായി അമ്മയെ എന്നതുപോലെ സ്നേഹിക്കാൻ നീ ഞങ്ങൾക്കായി ബാക്കി വെച്ചുവല്ലോ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ലോകത്തെ മുഴുവൻ ഒരുക്കേണ്ടത് പരിശുദ്ധ സഭയാണല്ലോ. സ്നേഹത്തോടെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ തരുന്നു. പ്രത്യേകിച്ചും ഈ നാളുകളിൽ ഒരുപാട് കൂട്ടക്കുരുതിക്ക് വിധേയമാകുന്ന നൈജീരിയയിലെ മിഷണറിമാരെ, പുരോഹിതരെ, ആത്മായ ശുശ്രൂഷകരെ, ഒരുപാട് അതിനെക്കുറിച്ച് വേദനിക്കുന്നവരെ, മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്നവരെ, യൂറോപ്പിലും മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിലും ബൗദ്ധികമായ തലത്തിൽ ഒറ്റപ്പെടുന്ന സഭയുടെ സംവിധാനങ്ങളെ, പ്രത്യേകിച്ചും സ്കാൻഡൽസ് മൂലം ഒരുപാട് കഷ്ടപ്പെടുകയും ആടി ഉലയുകയും ചെയ്യുന്ന സഭാ നൗകയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സ്നേഹത്തോടെ തരുന്നു. ഓ ഈശോ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനേ അറിയൂ. മാധ്യമങ്ങളിൽ ദൈവനാമമോ പരിശുദ്ധമായ സഭയുടെ നാമമോ ഉച്ചരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. ഇന്ന് തിരുവീഥികളിൽ അങ്ങയുടെ നാമം, അങ്ങയുടെ തിരുസഭയുടെ നാമം വല്ലാതെ ചിതറിക്കപ്പെടുന്നു. സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് അമ്മയെപ്പോലെ സ്നേഹിക്കാൻ നീ ഞങ്ങൾക്ക് തന്ന സഭയെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ തരുന്നു. ആത്മവീര്യം നഷ്ടപ്പെട്ടു പോകുന്ന ദൈവ ശുശ്രൂഷകരെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. ആരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനില്ലാതെ ശുശ്രൂഷ ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ രാജ്യങ്ങളിലെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ദൈവ ശുശ്രൂഷകരെ പ്രത്യേകം ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. ഭക്ഷണത്തിനോ ജീവിത സാഹചര്യങ്ങൾക്കോ സ്വസ്ഥമായ വിശ്രമത്തിനോ അവസരമില്ലാതെ കഷ്ടപ്പെടുന്നവർ അതിലുണ്ട്. സുരക്ഷിതത്വം എന്തെന്ന് ഒരിക്കലും അനുഭവിച്ചറിയാൻ പാടില്ലാത്തവർ ധാരാളം പേരുണ്ട്. എങ്കിലും അവർ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. ഓ ഈശോയെ, അവരെല്ലാവരെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ തരുന്നു. പരിശുദ്ധ മാർപ്പാപ്പയോട് ചേർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയോടും ചേർന്ന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലെ മുഴുവൻ സഭാ സംവിധാനങ്ങളോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ തിരുസഭയെ സ്നേഹത്തോടെ പരിപാലിക്കണമേ. ഞങ്ങളുടെ അശുദ്ധിയൊന്നും സഭയ്ക്ക് കളങ്കം ചാർത്തുവാൻ ഒരിക്കലും ഇടവരുത്തരുത്. ചെയ്തു പോയിരിക്കുന്ന, വല്ലാതെ വീണു പോയിരിക്കുന്ന വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, ആത്മീയ പിതാക്കന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി മാപ്പ് ചോദിച്ച് ദൈവമക്കളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങേക്ക് വേണ്ടി ജീവിച്ച മിഷണറിമാരുടെ തീക്ഷ്ണത ഓ ഈശോയെ നീ ഓർക്കണമേ. പ്രത്യേകിച്ചും ലുത്തിനിയ ചെല്ലുമ്പോൾ നിരന്തരം വിശുദ്ധരുടെ നാമങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുമ്പോൾ അങ്ങേക്ക് വേണ്ടി അവർ എത്ര കണ്ട് തീക്ഷ്ണമായി ജീവിച്ചുവെന്നും സ്നേഹത്തോടെ അങ്ങേക്ക് വേണ്ടി നിലകൊണ്ടുവെന്നും ഓ ഈശോ നീ ഓർക്കണമേ. ഇന്നും അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട് എന്ന് ഓ ഈശോയെ നീ ഓർക്കണമേ. തങ്ങളുടെ സഹനങ്ങളെയൊക്കെ വലിയ കാഴ്ചകളായിട്ട് അർപ്പിക്കുന്ന ദൈവമക്കൾ ഇന്നും ഈ ഭൂമിയിലുണ്ട് എന്ന് ഓ ദിവ്യകാരുണ്യ ഈശോയെ നീ ഓർക്കണമേ.
സഭയ്ക്ക് ഒരിക്കൽ കൂടി ഒരു വസന്തകാലം നീ അനുവദിക്കണമേ. ഒരു അനുഗ്രഹീതമായ കാലഘട്ടം നീ അനുവദിക്കണമേ. പ്രത്യേകിച്ചും കോവിഡിൻ്റെ കാലത്ത് കെട്ടടങ്ങിപ്പോയ ശുശ്രൂഷകൾ, ആത്മവീര്യം നഷ്ടപ്പെട്ട ശുശ്രൂഷകർ, അടയ്ക്കപ്പെട്ട ധ്യാന കേന്ദ്രങ്ങൾ, മുന്നോട്ടൊരിക്കലും ചലിക്കാൻ കഴിയാത്ത വിധത്തിൽ അടയ്ക്കപ്പെട്ട ദേവാലയങ്ങൾ, പ്രാർത്ഥനാ സമൂഹങ്ങൾ, ഒരുമിച്ച് കൂടാൻ കഴിയാത്തത് കൊണ്ട് ആത്മവീര്യം നഷ്ടപ്പെട്ട ദൈവമക്കൾ സ്നേഹത്തോടെ തരുന്നു ദൈവമേ. ഈ കോവിഡിന് ശേഷം, ഈ പാൻഡമിക്കിന് ശേഷം കർത്താവേ, ഒരു അനുഗ്രഹീതമായ കാലഘട്ടം, ഈ സഹനങ്ങളെല്ലാം അനുഗ്രഹങ്ങളായി മാറുന്ന കാലഘട്ടം തിരുസഭയ്ക്ക് നീ തരണമേ. തിരുസഭയുടെ വസന്ത കാലഘട്ടം ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ, കാതുകൾ കൊണ്ട് കേൾക്കാൻ, ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയാൻ ഓ ദൈവമക്കൾക്ക് നീ അവസരം തരണമേ. കർത്താവേ, ഈ കാലയളവിൽ ഒരുപാട് തനിയായിപ്പോയ ആത്മീയ ശുശ്രൂഷകരെ, പിതാക്കന്മാരെ, വൈദികരെ എല്ലാം ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. കർത്താവേ, നിന്റെ കരം നീട്ടണമേ, നിന്റെ സ്നേഹം നീട്ടണമേ, നീ ചേർത്ത് പിടിക്കണമേ. മാതൃസഭയോട് ചേർന്ന്, സഭയിലെ 10,000-കണക്കിന് ദൈവമക്കളോട് ചേർന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ഉത്സാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷ ഒരിക്കലും കെട്ടുപോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, നമ്മുടെ കർത്താവ് വരുന്നുണ്ട്. അവൻ പറഞ്ഞെങ്കിൽ അവൻ വരിക തന്നെ ചെയ്യും. ഇതാ ഞാൻ വേഗം വരുന്നു, നിങ്ങൾക്കുള്ള സമ്മാനവുമായാണ് ഞാൻ വരുന്നത്. ഞാൻ ആൽഫായും ഒമേഗയുമാണ്, ഞാൻ ആദിയും അന്തവുമാണ്. ഓ ദൈവമേ, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും നീയാണല്ലോ. നീ വരണമേ, സഭയെ പരിരക്ഷിക്കാൻ, ദൈവമക്കളെ പരിരക്ഷിക്കാൻ, സഭയെക്കുറിച്ചുള്ള വേദന ധാരാളം പേരുടെ ഹൃദയങ്ങളിൽ ബാക്കി വയ്ക്കാൻ നീ വേഗം വരണമേ. ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവളെ പരിരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പീഡിത സഭയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിന്മയുടെ സ്വാധീനങ്ങൾ ഉന്മൂലനം ചെയ്യണമേ. വീര്യം നഷ്ടപ്പെട്ടവർക്ക് വീര്യം കൊടുക്കണമേ. സഭയെ പരിപാലിക്കണമേ. നമുക്കൊരിക്കൽ കൂടി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 പത്രോസാകും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തിനി. സാർവത്രികവും സൈഹികവും സർവമഹത്വം മുടിചൂടി സർവാലങ്കൃതയായി നിൽക്കും തിരുസഭ മാതാവേ. കറയില്ലാത്തൊരു കുഞ്ഞാടിൻ രക്തത്തിൻ വിലയാണു സഭ. ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപ നേടിയതാണെൻ സൗഭാഗ്യം. സ്വർഗം വിതറും സൗന്ദര്യത്തിൽ കറയില്ലാതെ വിളങ്ങിടുവാൻ ആദിമുതൽക്കെന്നതുപോലെന്നും സഭയെ നയിക്കണേ ആത്മാവേ. അമ്മേ, അമ്മേ, എൻ്റെ സഭയാം അമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. അമ്മേ, അമ്മേ, എൻ്റെ സഭയാം അമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. ഓ ഈശോയെ, ഈ സമൂഹത്തിൽ പ്രാർത്ഥനയിൽ പങ്കുകാരാകുന്ന ദൈവമക്കളിൽ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയം തകർന്നും
മനസ്സ് മരവിച്ചും വല്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടതിനെ ഓർത്തുകൊണ്ട് വേവലാതിപ്പെട്ടും ഒക്കെ കഴിയുന്നുണ്ട് എങ്കിൽ സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നിടത്ത് അവിടുത്തെ മഹത്വം വെളിവാകുമല്ലോ. അങ്ങയുടെ മഹത്വം ഓ ഈശോ ഇവർക്ക് ഇവരുടെ ഭവനത്തിന് ഇവരുടെ തലമുറകൾക്ക് നീ കൊടുക്കണമേ. തിരുസഭയ്ക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാനും സഹനങ്ങൾ കാഴ്ചവെക്കാനും ഓ ഈശോയെ എൻ്റെ ദൈവമക്കളെ അനുവദിക്കണമേ. പ്രതീക്ഷയോടെ അങ്ങയെ കാത്തു പാർത്തിരിക്കാൻ ഓ ഈശോ ദൈവമക്കളെ നീ അനുവദിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുറവുകളും ഓ ഈശോ ഞങ്ങൾ തരുന്നു. സ്നേഹത്തോടെ ഞങ്ങളെ നീ നോക്കണമേ. കരുണയോടെ നീ പരിപാലിക്കണമേ. നിന്റെ ചങ്കിനോട് ഞങ്ങളെല്ലാവരെയും കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളാരും തനിയാണെന്നൊരിക്കലും ഞങ്ങൾക്ക് തോന്നുവാൻ അവസരം തരരുത്. ഈശോയെ, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന പൗലോസിൻ്റെ പ്രബോധനം ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ നിങ്ങൾ ഏറ്റുവാങ്ങട്ടെ. ഈശോയെ, ഈ സമയത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ സഭയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഓ ഈശോ, ഞങ്ങളെ സ്നേഹത്തോടെ നോക്കണമേ. ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഈശോയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. സ്നേഹത്തോടെ അവനെ നമുക്ക് സ്വീകരിക്കാം. ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവു കണക്കെ തിരുസഭ നിൽപ്പൂ. കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യനിണത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട റോയി പാലാട്ടിച്ചനെ നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമലത്തിലേക്ക് പ്രതിഷ്ഠിക്കാം. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി സ്വർഗം അതിശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശാലോം ടെലിവിഷന്റെ സ്പിരിച്വൽ ഡയറക്ടറാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. എല്ലാ ശുശ്രൂഷകളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ശാലോം വേൾഡിന്റെ ലോകമെമ്പാടുമുള്ള ശുശ്രൂഷകളെ ഈ നിമിഷം നമ്മൾ പ്രത്യേകം സമർപ്പിക്കുകയാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് കാലങ്ങൾ അച്ഛൻ്റെ കൂടെ സ്വർഗം ചെയ്യുവാനായിട്ട്, അനേകം ആത്മാക്കളെ നേടുവാൻ, അനേക ജീവിതങ്ങളുടെ മേൽ ദൈവകരുണയുടെ അഭിഷേകം പകരുവാൻ കർത്താവിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ഈ അഭിഷക്തനെ ഉപയോഗിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ നിമിഷം നമുക്ക് പ്രത്യേകം ശാലോം ടിവിയെയും
പ്രത്യേകിച്ച് ശാലോം ടി വിയുമായി ബന്ധപ്പെട്ട ലോകമെമ്പാടുമുള്ള എല്ലാ ശുശ്രൂഷകളെയും, പ്രത്യേകിച്ച് അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ശാലോം വേൾഡ് ശുശ്രൂഷകളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മൈക്ക് തുറന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാവരും മൈക്ക് തുറന്ന് ഈശോയെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. നിരവധിയായ നന്മകളെ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ആരാധനയുടെ മണിക്കൂറിൽ കർത്താവെ വലിയ കൃപയും അനുഗ്രഹവും അഭിഷേകവും കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യേകിച്ച് ശാലോം ടിവിയുടെ എല്ലാ ശുശ്രൂഷകളുടെ മേലും കർത്താവെ കൂടുതൽ കൃപയും ശക്തിയും അനുഗ്രഹവും അനേകം ആത്മാക്കൾ ഈശോയെ നേടുവാൻ, സ്നേഹത്തിൽ നിറയാൻ, ഈശോയുടെ കൃപയിൽ നിറയാൻ, ഈശോയുടെ കരുണയെ നിറയുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ബഹുമാനപ്പെട്ട റോയി പാലാട്ടച്ചനെയും ശാലോം ടിവിയുടെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ബഹുമാനപ്പെട്ട റോയി അച്ഛ, ഒത്തിരി നന്ദി അച്ഛ. പ്രത്യേകിച്ച് സമയത്ത് അച്ഛൻ എനിക്കറിയാം നല്ല തിരക്കിനകത്താണ്. അച്ഛൻ ഈ സമയം പ്രത്യേകമായിട്ട് ഈ ആത്മീയ ശുശ്രൂഷയിൽ ഞങ്ങൾ എല്ലാവരെയും പ്രത്യേകിച്ച് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വളരെ ശക്തമായിട്ട് ഒരുക്കി ഞങ്ങളൊപ്പം ഇരുന്ന് പ്രത്യേകിച്ച് ശുശ്രൂഷ നയിച്ചതിനോട്ട് ഒത്തിരി നന്ദി പറഞ്ഞിച്ച. ശംശയെ വിചാരിക്കട്ടെ. ഇവിടെ വരെ പ്രത്യേകമായിട്ട് നമ്മുടെ ദിവ്യകാരുണ്യ ആരാധനയും അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. രാവിലെ 6 മണി വരെയാണ് നമ്മുടെ ശുശ്രൂഷ.